ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു അനുഭവത്തിലാണ്. ഒരിക്കലും നമുക്ക് ഹൃദയം കൊണ്ട് പോലും അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവൻ്റെ മരണം എന്ന് പറയുന്നത് വളരെ വേദനയാണ്. ഞാനിവിടെ വന്നപ്പോൾ തന്നെ പരിസരവാസികൾ അവനെക്കുറിച്ച് പറയുന്ന നല്ല വാക്കുകൾ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. എന്തായാലും കുഞ്ഞ് ഇത്രയും ദൂരം നടന്നു പോയിട്ടാണ് അത് പൂ പറിച്ച് വരുന്നത്. അപ്പൊ അത്രയും ദൂരത്ത് പോയിട്ടുണ്ട്. അവിടെ കൂടെ കടവില്ല. ഇന്നലെ അപകടം നടന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഈ കയറ് കൊണ്ട് കെട്ടിയിരിക്കുന്നത്. പക്ഷെ കുഞ്ഞിന് അപകടം വന്നത് ഇവിടെ ഒരു സേഫ്റ്റി ഇല്ലാത്തത് കൊണ്ടാണ്. ഇതൊരു ദുരന്തം എന്ന് പറയുന്നതിന് അപേക്ഷിച്ച് വലിയ നഷ്ടമാണ് കുടുംബത്തിനും ദേശത്തിനും ഉണ്ടായത്. ഇതുപോലുള്ള എത്ര കുഞ്ഞുങ്ങളാണ് നമ്മുടെ സമൂഹത്തിനകത്ത് നഷ്ടപ്പെട്ടു പോകുന്നത്. നമസ്കാരം. ഏകദേശം 1.5 കോടിയോളം രൂപ എസ്റ്റിമേറ്റ് തുകയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു നീന്തൽ പരിശീലന കുളം. ആ ഒരു കുളത്തിൽ നീന്താനെത്തിയ ഒരു കുഞ്ഞ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരിക്കുകയാണ്. വലിയ അശാസ്ത്രീയതയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രതിഷേധവുമായി നാട്ടുകാരടക്കം രംഗത്തെത്തി. കഴിഞ്ഞ ദിവസമാണ് സ്കൂൾ അവധിയായതുകൊണ്ട് നിയാസ് എന്ന് പറയുന്ന ആ കുഞ്ഞ് ഈ സ്ഥലത്തേക്ക് എത്തുന്നത്. എന്താണ് അശാസ്ത്രീയത, എന്താണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്നത് നേരിട്ടറിയാം. ആ ഒരു കുളത്തിലേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ ഈ കാണുന്നത്. ഇത്രയും ഇടുങ്ങിയ വഴി, കൃത്യമായിട്ടുള്ള ഒരു സേഫ്റ്റി പോലും ഇല്ലാതെയാണ് ഇവിടെ ഈ ഒരു നീന്തൽ കുളം നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ വഴിയിലൂടെ തന്നെ നമുക്ക് ആ ഒരു നേരിട്ട് എന്താണ് എന്നത് നോക്കി അറിയാം. കുട്ടികൾക്ക് വേണ്ടിയുള്ള നീന്തൽ പരിശീലനം ഈ റോഡ് സൈഡില് ഇതുവഴിയാണ് ആ ഒരു വഴി തുടങ്ങുന്നത്. അപ്പൊ ഇപ്പൊ എവിടെയാണ് കറക്റ്റ്, എങ്ങനെയാണ് സ്ഥലം, ഇതെങ്ങനെയാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്? കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരം പിള്ളേരും കൂടെ പോയെന്നു. എത്ര പേരുണ്ടായിരുന്നു? അവര് 3 പേരുണ്ടെന്നു. ഈ ഒരു അപകടമുണ്ടായതിനു ശേഷം നാട്ടുകാർ തന്നെ എഴുതി ഒട്ടിച്ച ഒരു പോസ്റ്ററാണിത്. അപകട സാധ്യത മുൻനിർത്തിക്കൊണ്ട് കുളത്തിലേക്കുള്ള പ്രവേശനം കർശനമായിട്ട് നിരോധിച്ചിരിക്കുന്നുവെന്ന് നാട്ടുകാർ എഴുതി ഒട്ടിച്ചിരിക്കുന്ന പോസ്റ്റർ. നമുക്കറിയാം, ഇങ്ങനൊരു മരണം സംഭവിച്ചതിന് ശേഷം ഒരുപക്ഷെ ഇവിടെ ഒരു പഞ്ചായത്ത് എന്ന് എഴുതി ഒട്ടിച്ചിരുന്നെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാകുമായിരുന്നു അത് പഞ്ചായത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തം ഉണ്ട് എന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു സാഹചര്യം നോക്കിയാൽ നേരിട്ട് മനസ്സിലാകും. ഒരു പോസ്റ്റർ പോലും നാട്ടുകാർ മാത്രം എഴുതി ഒട്ടിച്ച ഒരു മുൻകരുതൽ കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും കൂടുതൽ ദൃശ്യങ്ങളിലേക്ക്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ഷിനു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേച്ചി തന്നെ പറയും. ചേച്ചി, ശരിക്കും ഇത് എത്ര കാലം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട്? ഇതിപ്പോ ഒരു 3 മാസം ആയതേ ഉള്ളൂ ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. ഇപ്പം കുട്ടികൾക്ക് ഒരു നീന്തൽ കുളം എന്ന രീതിയിലാണ് അവരിത് ക്രമീകരിച്ചിട്ടുള്ളത്. പക്ഷെ ഇത് അപകടം ഉള്ള ഒരു ഏരിയ ആയിട്ടാണ് ഇപ്പൊ നിലവിൽ കാണുന്നത്. കഴിഞ്ഞ ആഴ്ചയും 2 കുട്ടികൾ ഇവിടെ വെള്ളത്തിൽ മുങ്ങി താഴ്ന്നു. ആ സമയത്ത് ആ അവിടെ റബ്ബർ തൈ നടന്നെടുത്ത് ജോലിക്കാരുണ്ടായിരുന്നു. അപ്പൊ അവര് കണ്ടാണ് ഈ കുട്ടികളെ രക്ഷപ്പെടുത്തിയത്. അപ്പൊ ഇന്നലത്തെ സംഭവം എന്റെ വാർഡിലെ കുട്ടിയാണ്. പക്ഷെ ഇപ്പൊ കുളം വേറൊരു വാർഡാണ്. അപ്പൊ ഇന്നലെ ഇവിടെ സംഭവം നടന്നപ്പോ 3 കുട്ടികൾ ഒരുമിച്ചാണ് വന്ന് ആമ്പൽ പൂ പറിക്കാൻ പോയപ്പോ അതില് വള്ളി കാലിൽ കുടുങ്ങിയാണ് കുട്ടി താന്നു പോയത്. പക്ഷെ ഇവിടെ രക്ഷിക്കാൻ വേണ്ടി ആൾക്കാരില്ല. ഒരു വിജനമായ ഒരു സ്ഥലമാണ് ഇവിടെ, വീടുകളോ ഒന്നുമില്ല. അപ്പൊ മെയിൻ റോഡിൽ കയറിയാൽ മാത്രമേ ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഈ 2 പേരും കുറച്ചു നേരം ഇത് കണ്ട് പേടിച്ച് നിന്നിട്ടാണ് ഇവർ മുകളിലോട്ട് ഓടിയത്. ആ റോഡിൽ പോയി ആളെ കൊണ്ടുവന്ന് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയപ്പോഴേക്കും അതിന്റെ ജീവൻ നഷ്ടപ്പെട്ട ഒരു ഇതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പൊ ഇനി ഒരു കൊച്ചിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല. അത് ഇപ്പൊ എല്ലാരും കൂടെ തീരുമാനം എടുത്ത് ഇതിന് എന്തെങ്കിലും ഒരു പോം വഴി കണ്ടെത്തണമെന്നാണ് പറയുന്നത്. വെച്ചാൽ ഇനി ഒരു അമ്മയുടെ കുഞ്ഞ്, ഇപ്പൊ എന്റെ മോള് അവര് ഒരുമിച്ചാണ് പഠിക്കണേ, അതേ സെയിം പ്രായമാണ്. അപ്പൊ അത്രയും ഒരു വിഷമം എനിക്കിരിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ ഫുള്ളും അവരൊപ്പം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു വേദന എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇനി ഒരു അമ്മയ്ക്ക് ഇങ്ങനെ ഒരു വേദന ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഇതിന്
നമ്മൾ ഗവൺമെന്റ് തന്നെ ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം. കാരണം കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടി ഒരു സംവിധാനം ഇവിടെ ഉണ്ടാവണം. നീന്തൽ കുളം ആണെങ്കിൽ തന്നെ അതിൽ പായലും പൂപ്പലൊന്നും വരാൻ പറ്റൂല. നീന്തൽ കുളമായിട്ട് സജ്ജീകരിക്കണമെങ്കിൽ ഈ ആമ്പൽ പൂ ഒരിക്കലും വരൂല. അപ്പൊ അതിന്റെ അത്രയും ഒരിതും ഇവിടെ ഇല്ല. അപ്പൊ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സജ്ജീകരിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ. ഇപ്പൊ നീന്തൽ കുളം നമുക്കിപ്പം പലയിടത്തും കാണാൻ സാധിക്കും. നീന്തൽ കുളത്തില് ഒരിക്കലും ആമ്പൽ പൂ വരില്ല. ഇപ്പൊ അത്രയും ചെളി ഇതിനകത്ത് കാണണം ഉണ്ടായിട്ട് അടി നമുക്ക് ഒന്നി ടൈലൊട്ടിക്ക് എന്തെങ്കിലും ചെയ്ത് നീന്തൽ കുളം ഇട്ടിരുന്നെങ്കിൽ മാത്രമേ ആ വെള്ളം നല്ല ശുദ്ധിയായിട്ടിരിക്കുള്ളൂ, കുട്ടികൾക്ക് അപകടം ഇല്ലാതിരിക്കും. ഇതിപ്പം ഒന്നാമത്തെ കാരണം അതില് ഈ ചെളി കുളത്തിലുണ്ട്, അത് നീന്തൽ കുളമായിട്ട് സജ്ജീകരിച്ചിട്ടില്ല. അതാണ് അപകടം ഇപ്പൊ ഉണ്ടാവാനുള്ള ഏറ്റവും വലിയ കാരണം. അതാണ് ഇന്നലെ ഏകദേശം ഏത് സ്ഥലത്തുനിന്ന് ഇന്നലെ ഞാൻ സ്പോട്ടിൽ ഞാൻ ഇല്ലായിരുന്നു. ഇപ്പൊ ആമ്പൽ ഇവിടെ അല്ല, എന്തായാലും കുഞ്ഞ് ഇത്രയും ദൂരം നടന്നു പോയിട്ടാണ് അത് പൂ പറിച്ച് വരുന്നത്. അപ്പൊ അത്രയും ദൂരത്ത് പോയിട്ടുണ്ട്. അവിടെ കൂടെ കടവില്ല. അപ്പൊ അത് ചെയ്തത് ഇപ്പൊ ലൈറ്റോ വെളിച്ചമോ ഒന്നുമില്ല. രാത്രി വരണവർക്കായാലും ഇവിടെ വെട്ടമൊന്നുമില്ല. ഇവിടെ ലൈറ്റ് പോലും ഇല്ലല്ലോ. ലൈറ്റ് പോലും അതെല്ലാം വെച്ചിരിക്കുന്നു. പക്ഷെ എല്ലാ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാതെയാണ് ഇവിടെ ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് നീന്തൽ കുളമായിട്ട് നമ്മളത് എടുക്കണമെന്നുണ്ടെങ്കിൽ അത്രയും നമ്മളെ ക്രമീകരണം എല്ലാം പൂർത്തിയായിരിക്കണം. ഇതിപ്പം അടുത്ത ഒരു ഭരണസമിതി വരുന്നതിന് മുന്നേ ഇതിനെ ഒന്ന് അവര് എത്രയും പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്ത് മാറ്റിയതാണ് ഒന്നാമത്തെ കാരണം. ഇതിലിപ്പോ നമ്മള് ഇവിടെ എൻട്രൻസിൽ വരുമ്പോ ഇപ്പോ വാതിലുകളൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷെ പൂട്ടിയിട്ടിരിക്കുന്നത് നോക്കിയാൽ കാണാം കയറ് കൊണ്ടാണ് കെട്ടിയിരിക്കുന്നത്. ഒരു ലോക്ക് പോലും ഉള്ള ഒരു സംവിധാനം. ഇത് ഇന്നലെ ഒരു അപകടം ഉണ്ടായത് കൊണ്ടാണ് ഇവർ ഇങ്ങനെ ചെയ്തതും ഈ നോട്ടീസ് ഇപ്പൊ ഒട്ടിച്ചിരിക്കുന്നത്. ഇന്നലെ ഇവിടത്തെ വാർഡ് മെമ്പർ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഏത് അറ്റം വരെ പോയിട്ടാണെങ്കിലും ഇവിടെ ഇനി ഒരു കുഞ്ഞിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാനും പാടില്ല, ഇതിന് എന്തെങ്കിലും ഒരു ക്രമീകരണം എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് കുറച്ചു നേരം നിന്നിട്ട് അങ്ങ് പോയി നമ്മളെല്ലാ കാര്യം പറഞ്ഞു കൊടുത്തു. ഇത് ഇന്നലെ അപകടം നടന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഈ കയറ് കൊണ്ട് കെട്ടിയിരിക്കുന്നത്. ഇതിപ്പോ ഈ ബോർഡ് അടക്കം കാണുമ്പോൾ എന്ന് നാട്ടുകാരെ എഴുതി വെച്ചിരിക്കുന്ന ഒരു സൂചനയാണ്. നമുക്ക് ഈ ഒരു അപകടം ഇപ്പൊ എത്ര പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു കുഞ്ഞിന്റെ ജീവന് വില എന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് അതിനൊരു പരിഹാരം കാണാൻ പറ്റത്തില്ല. എന്നിട്ട് പോലും പഞ്ചായത്തിന്റെ ഇടപെടൽ വളരെ മെല്ലെയാണ് എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പൊ നാട്ടുകാരാണ് ഫ്ലെക്സ് ഈ മുൻകരുതൽ ബോർഡ് അടക്കം കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നാട്ടുകാരുടെ അടുത്ത് ഇപ്പൊ ഇത് ഒരു 12 വയസ്സായ ഒരു കുഞ്ഞാണ്. അപ്പൊ ആ കുഞ്ഞിന്റെ വേർപാട് ഈ നാടിന് മൊത്തം ഉള്ളവർക്ക് ഒരു വിഷമമായിട്ടുണ്ട്. കാരണം നമ്മൾ ദൂരോട്ട് കേൾക്കുന്ന ഒരു വാർത്ത നമ്മുടെ വീട്ടിനെ തൊട്ടടുത്ത് കേട്ട്. ഇപ്പം എൻ്റെ കുഞ്ഞ് പഠിക്കുന്ന സ്കൂള്, അവളോടൊപ്പം ആ കൊച്ചു ഒരു വേനിലാണ് വരുന്നത്. അപ്പൊ അത്രയും ഒരു വേദന എനിക്കും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ആ മെമ്പറിന്റെ അടുത്ത് പ്രത്യേകം ഞാൻ പറഞ്ഞു, ഇനി ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാവരുത്, ഒരു കുഞ്ഞിന് ഉണ്ടാവരുത്, നിങ്ങൾ ഗവൺമെന്റിനോട്. കാരണം ഞങ്ങൾ വെള്ളട പഞ്ചായമാണ്, ഇത് കുന്നത്താൽ പഞ്ചായമാണ്. അപ്പൊ അവര് മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ മെമ്പറിനൊപ്പം ഇവിടുത്തെ നാട്ടുകാരും കൂടെ നിൽക്കണം. എന്നുവെച്ചാൽ മറുവാർഡിലെ കുഞ്ഞാണെങ്കിലും അത് നമ്മുടെ കുഞ്ഞാണെന്ന് പറഞ്ഞുള്ള ഒരു രീതിയിൽ അവരും കൂടെ നിന്ന് ഈ ഗവൺമെന്റിന്റെ അടുത്ത് പഞ്ചായവും എല്ലാവരും ചേർന്ന് നിൽക്കണം, ഈ നാട്ടുകാരും കൂടെ. എന്നാലേ നമുക്കതിനൊരു തീരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇപ്പൊ നാട്ടുകാർ മുന്നിട്ടിറങ്ങി. ഇപ്പൊ ഇവർക്കൊപ്പം പഞ്ചായവും എല്ലാവരും മുന്നിൽ നിൽക്കണം, നിന്ന് ഇതിനെ ഒന്നുകിൽ അതിനെ വൃത്തിയാക്കി ഒരു നീന്തൽ കുളമാക്കി മാറ്റി ഒരു സെക്യൂരിറ്റിയെ ഇവിടെ നിയമിക്കണം. അവര് ഗവൺമെന്റിൽ നിന്നോ എങ്ങനെയാണെങ്കിലും അവരെ ഒരു സെക്യൂരിറ്റിയെ നിയമിക്കണം. ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ഇവിടെ പ്രവർത്തനം ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു കറണ്ട് സപ്ലൈ, അത് കറണ്ടും എത്രയും പെട്ടെന്ന് എടുത്ത് ഈ നീന്തൽ കുളം ആക്കി മാറ്റണം. ഇതിന് ഇത്രയും പ്രവർത്തനം ഇപ്പൊ 1,20,00,000 രൂപ എന്തോ മുടക്കിയാണ് ഇത്രയും ചെയ്തെന്ന് പറഞ്ഞത്. അപ്പൊ അത്രയും രൂപയുടെ പ്രവർത്തനം ഇവിടെ കാണാൻ പറ്റുന്നില്ല. അപ്പൊ അതിനെ ഇനി ഒന്നുകൂടെ അവർ ഫണ്ട് കണ്ടെത്തി ഈ കുളത്തിനെ ക്ലിയർ ചെയ്ത് അത് നീന്തൽ കുളമാക്കി മാറ്റി ഇനി ഒരു കുട്ടിക്ക് അപകടം ഉണ്ടാവാത്ത രീതിയിൽ ഒരു സെക്യൂരിറ്റി ഇവിടെ നിയമിക്കണം. എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ തനിയെ വന്നാൽ ഈ കുളത്തിൽ ഇറങ്ങാൻ പാടില്ല, അങ്ങനെ ഒരു നിലപാട് ഇവിടെ ഉണ്ടാക്കിയെടുക്കണം. അത് ഇവിടുത്തെ പഞ്ചായത്തുകാർ തീരുമാനിക്കണം. ഒരു സെക്യൂരിറ്റി ഉറപ്പായിട്ടും ഈ സ്ഥലത്തുണ്ടാവണം. കാരണം നിങ്ങൾക്ക് തന്നെ ഇവിടെ ഒരു വീടില്ല, ഒരു കുഞ്ഞ് വന്ന് വീഴുന്ന, ഒറ്റയ്ക്ക് വന്നാലും വീഴുന്ന നമുക്ക് ആർക്കും കാണാൻ പറ്റില്ല. റോഡിൽ കയറണമെങ്കിൽ ഇത്തിരി ദൂരമുണ്ട്. ആ റോഡിൽ കയറിയാൽ മാത്രമേ ഒന്നുകിൽ ഇവിടെ റബ്ബർ ടാപ്പിങ്ങിനോ എന്തെങ്കിലും ആളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഒരു സെക്യൂരിറ്റി അത്യാവശ്യമാണ്. ഇതിന്റെ കുളത്തിന്റെ പുനർനിർമ്മാണം ഉടൻ തന്നെ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് നാട്ടുകാരും ഇവിടത്തെ പഞ്ചായത്തുകാരും എല്ലാം തീരുമാനിച്ച് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഇനി ഒരു അമ്മയ്ക്കും അച്ഛനും ഇങ്ങനെ ഒരു വേർപാട് ഉണ്ടാവരുത്, ഒരു കുഞ്ഞിനും ഒന്നും സംഭവിക്കാൻ പാടില്ല. ഇനി ഇപ്പം നമ്മൾ വെക്കുന്നതോടൊപ്പം തന്നെ ഒരു സെക്യൂരിറ്റി ഇവിടെ ഉണ്ടാവണം. അവരുടെ ഒരു സേഫ്റ്റി കോട്ടും
പിന്നെ എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് നീന്താൻ പറ്റുള്ളൂ. അതെല്ലാം ഇവിടെ കരുതി വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി അതിന്റെ സംവിധാനം എല്ലാം കൊണ്ടെത്തിയിട്ട് വേണം അടുത്തിനി നീന്തൽ കുളം എന്ന് നമുക്കിവിടെ തീരുമാനിച്ച് അതിന്റെ ഒരു ബോർഡും വെച്ച് ഇപ്പൊ നമുക്കത് വെക്കാൻ സാധിക്കും. കാരണം ഒരു കുഞ്ഞിന് ഇപ്പോഴത്തെ കുട്ടികൾക്ക് നീന്തൽ ഏറ്റവും അത്യാവശ്യമാണ്. ഒരു അപകടം വരാതിരിക്കാൻ അവർക്ക് നീന്തൽ പരിശീലനം വേണം, ഏത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും. അപ്പോൾ ഒരു സെക്യൂരിറ്റി ഇവിടെ ഇരുന്ന് അവരെ പേരൻസും കൂടെ വന്നാൽ മാത്രം നമുക്ക് നീന്തൽ പരിശീലനത്തിന് വിടണം. ഒരു കുട്ടിക്ക് ഇത്ര സമയം എത്ര വേണമെങ്കിലും അവരുടെ പേരൻസും കൂടെ വേണം. അപ്പൊ അതിനു വേണ്ടി ഇവിടെ നമുക്കൊരു സെക്യൂരിറ്റി വേണം. അവരെ ജീവൻ അപകടം ഒന്നും ഉണ്ടാവാതിരിക്കാനുള്ള ലൈഫ് സ്റ്റൈലുകളെല്ലാം നമുക്കിവിടെ എത്തിച്ച് ലൈറ്റും കാര്യങ്ങളും ഇപ്പൊ ഒരു ഫുട്ബോൾ കളിക്കാനായാലും ഒരു ഷട്ടിൽ കളിക്കാനായാലും വലിയവർക്കും ഇപ്പൊ കുട്ടികൾക്ക് ഒരു എക്സർസൈസ് ഏറ്റവും നല്ലതാണ്. അപ്പൊ ഇതൊക്കെ കുട്ടികൾക്ക് ഒരു എക്സർസൈസ് ആണ്, അത് നല്ലൊരു പ്രവൃത്തിയാണ് ചെയ്തത്. പക്ഷെ അതിന്റെ പുനർനിർമ്മാണം പൂർത്തിയാവാത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത്. അപ്പൊ ഈ തീരുമാനങ്ങൾ ഇനി ഇതെല്ലാം ചേർത്ത് വേണം അവർ മുന്നോട്ട് ഇത് കൊണ്ടുപോകാൻ. അല്ലാതെ ഇതെല്ലാം ചെയ്തിരിക്കുന്ന ഒരു നല്ല കാര്യമാണ്, പക്ഷെ കുഞ്ഞിന് അപകടം വന്നത് ഇവിടെ ഒരു സേഫ്റ്റി ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അത്രയും ഒരു സേഫ്റ്റി ഉണ്ടാക്കണമെന്നാണ് എനിക്ക് ഈ പഞ്ചായത്തിനോടും ഗവൺമെന്റിനോടും പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു നടപടി നിങ്ങൾ ഉണ്ടാക്കണം. ഈ ആമ്പല് കിടക്കുന്നോണ്ട് ബുദ്ധിമുട്ടിന്ന് നാട്ടുകാരുണ്ട് പിള്ളേർക്ക്. ഇത് പരിശീലന നീന്തൽക്കുളം അല്ലേ? അപ്പൊ കുട്ടികൾക്ക് ഇപ്പൊ ഈ കാണുമ്പോ ചളിയുണ്ട്, പിന്നെ പിടിച്ചു നിൽക്കാൻ പോലെ ഒരു ഒന്നുമില്ല. അതൊക്കെ വെക്കണമെന്നാണ് എന്റെ അഭിപ്രായം. എല്ലാം നാട്ടുകാരെ മൊത്തം അഭിപ്രായം അതാണ്. ഇതൊക്കെ ഉണ്ടായിരുന്നാലേ പിള്ളേർക്ക് നിൽക്കാൻ പറ്റൂ. അത് പോയിട്ട് ഈ പേരും പറഞ്ഞ റബ്ബറും ട്യൂബ് അതൊക്കെ ഉണ്ടായിരുന്നാലേ പിള്ളേർക്ക് എന്തെങ്കിലും ഒന്ന് വന്നാൽ പിടിച്ച് നിൽക്കാൻ പറ്റൂ. ഈ മരണം സംഭവിച്ച മോനെന്ന് പറയുന്നത് എൻ്റെ കസിൻ ബ്രദറിൻ്റെ മോനാണ്. വളരെ വേദനാജനകമായ ഒരു അനുഭവമാണ്. ഞാൻ പ്രതിനിധീകരിക്കുന്ന സ്കൂളിൻ്റെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനാണ് ഇന്നലെ മരിച്ചുപോയ നമ്മുടെ മോൻ. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു അനുഭവത്തിലാണ്. ഒരിക്കലും നമുക്ക് ഹൃദയം കൊണ്ട് പോലും അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവൻ്റെ മരണം എന്ന് പറയുന്നത് വളരെ വേദനയാണ്. ഞാനിവിടെ വന്നപ്പോൾ തന്നെ പരിസരവാസികൾ അവനെക്കുറിച്ച് പറയുന്ന നല്ല വാക്കുകൾ എനിക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. യാദൃശ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നമുക്ക് ആ കുടുംബത്തിൻ്റെ നഷ്ടം ഒരിക്കലും നികത്താൻ പറ്റത്തില്ല. നമുക്കറിയാമല്ലോ ഇന്നത്തെ തലമുറയുടെ പോക്ക്. പക്ഷേ അതിനപേക്ഷിച്ച് ഈ കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള കുഞ്ഞുങ്ങളല്ല. ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ്. അവൻ്റെ പപ്പ കൂലിപ്പണി ചെയ്ത് ഒരു ഓട്ടോ ഓടിച്ചാണ് ആ കുടുംബത്തെ നയിച്ചു കൊണ്ടുപോകുന്നത്. ഒരു 3 മക്കളിൽ മൂത്ത കുഞ്ഞാണ് ഈ മകൻ. അപ്പോൾ പ്രത്യേകിച്ച് അവരുടെ ഇളയ കുഞ്ഞ് ഒരു മോളാണ്. ആ കുഞ്ഞ് ഒരു ശാരീരിക വൈകല്യത്താൽ ജീവിക്കുന്നൊരു കുഞ്ഞാണ്. അപ്പോൾ അതിൻ്റെ ചികിത്സയ്ക്ക് തന്നെ ഒത്തിരി ക്യാഷ് ഈ കുടുംബത്തിന് ആവശ്യമുണ്ട്. അങ്ങനെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ടും വളരെ ഭാരമാണ്. ഇവിടെയുള്ള ഈ മരണമടഞ്ഞ മോൻ്റെ പപ്പ ഷാജി എന്ന് പറയുന്ന എൻ്റെ സഹോദരൻ, അവൻ അധ്വാനിച്ചാൽ മാത്രമേ ഈ കുടുംബത്തിനൊരു അങ്ങോട്ടുമുള്ള ഒരു പ്രയാണമുള്ളൂ. കാരണം രോഗിയായ ഒരു മാതാവുണ്ട്. കാരണം എൻ്റെ പിതാവ് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോകാനിടയായി. അങ്ങനെ വളരെ സാമ്പത്തികമായുള്ള വളരെ പ്രതിസന്ധിയിലാകുന്ന ഒരു കുടുംബത്തിലൂടെയാണ് ആ കുഞ്ഞ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് സുമനസ്സുകൾ നമ്മൾ ആ കുഞ്ഞുങ്ങൾക്ക് ഒരു സഹായമായി ഉണ്ടാകണം. പ്രത്യേകിച്ച് ഇതൊരു ദുരന്തം എന്ന് പറയുന്നതിന് അപേക്ഷിച്ച് ഒരു വലിയ നഷ്ടമാണ് ആ കുടുംബത്തിനും ദേശത്തിനും ഉണ്ടായത്. ഇതുപോലുള്ള എത്ര കുഞ്ഞുങ്ങളാണ് നമ്മുടെ സമൂഹത്തിനകത്ത് നഷ്ടപ്പെട്ടു പോകുന്നത്. നമുക്കെന്താ പറയുക, സുരക്ഷയോ അതെന്താണെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. അത്രയും വേദനാജനകമായ ഒരു അനുഭവത്തിലാണ് നമ്മുടെ ഇവിടുത്തെ അധികാരികൾ, നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ, അതുപോലെ തന്നെ ഓരോ വ്യക്തികളും സമൂഹവും നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് വളരെയധികം മുന്നോട്ടിറങ്ങേണ്ട സമയങ്ങൾ കഴിഞ്ഞു. സുരക്ഷാ ക്രമീകരണങ്ങൾ, സുരക്ഷാ കാര്യങ്ങളെല്ലാം ശക്തമായി ഉറപ്പ് വരുത്തിയിട്ട് വേണം ഏതൊരു കാര്യത്തിനും നമ്മൾ ഇറങ്ങിത്തിരിക്കുക. ഞാൻ ചിലപ്പോൾ പറയുമ്പോൾ പലർക്കും അതൊരു വേദനയായി മാറാം. അപേക്ഷിച്ച് ഈ ഒരു കുടുംബത്തിൻ്റെ നഷ്ടം മറ്റൊരു കുടുംബത്തിന് അത് വരാതിരിക്കാൻ വേണ്ടി ഇതൊരു പാഠമായി തീരണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഞാൻ പ്രതികരിക്കുന്ന ഉണ്ടൻഹോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഈ മോൻ. എൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെ മോനാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാനൊരു PTA പ്രസിഡന്റ് എന്നുള്ള കാര്യങ്ങളിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സമൂഹം, നമ്മുടെ മറ്റുള്ള കുഞ്ഞുങ്ങൾക്കാകട്ടെ ഒരു കുടുംബത്തിനാകട്ടെ നല്ല മാതൃകാപരമായ ഒരു അനുഭവമാണ് നമ്മൾ ഉണ്ടാകട്ടെ. ഏത് സ്ഥാപനമാകട്ടെ, ഏത് കളിസ്ഥലമാകട്ടെ, അതിനൊരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അത് സമൂഹത്തിലെ എല്ലാ പ്രതിനിധീകരിക്കും. ഇപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കുളമാണ്
ഈ ഇത്, അതായത് നമ്മുടെ കുന്നത്തുകാൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതിന് തൊട്ടടുത്താണ് വെള്ളറട പഞ്ചായത്ത്. ഇപ്പോൾ ഈ രണ്ട് പഞ്ചായത്തുകളുടെ ഇടയിൽ കിടക്കുന്ന ഒരു കുളമാണിത്. അപ്പോൾ അതിൻ്റെ ഒരു സുരക്ഷ എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് പോയി കണ്ട് അത് വിലയിരുത്തി ചെയ്യാവുന്നതാണ്. കാരണം അവിടെ എന്തെങ്കിലും അനാസ്ഥ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അധികാരികൾ വളരെ വ്യക്തമായി അത് മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്. നമ്മൾ ഇലക്ഷൻ വരുമ്പോൾ തട്ടിക്കൂട്ടി പല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് മാറാതെ ഫ്യൂച്ചറിൽ നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ തലമുറകൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്കാണ് ഈ കുളമാകട്ടെ ഒരു കളിസ്ഥലമാകട്ടെ നമ്മൾ നിർമ്മിക്കേണ്ടത്. ഒരു തലമുറ, ആ കുഞ്ഞ് ഈ ഒരു കുടുംബത്തിനെന്ന് മാത്രമല്ല ഒരു സ്കൂളിന് നഷ്ടമായി, ഈ കുടുംബത്തിന് നഷ്ടമായി, ഈ ഒരു സമൂഹത്തിന് അവനെ കൊണ്ട് നഷ്ടമായി. അപ്പോൾ ഈ നഷ്ടങ്ങളെ നമുക്കൊരിക്കലും നികത്താൻ പറ്റത്തില്ല. ഒരു വിപത്ത് വന്നതിന് ശേഷമല്ല നമ്മൾ തിരിഞ്ഞ് ചിന്തിക്കേണ്ടത്. അതിനു മുമ്പേ നമ്മൾ കാര്യങ്ങൾ ചിന്തിക്കണം. ഞാൻ ഉദ്ഘാടനം ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് സമൂഹത്തിന് കൊള്ളാമോ, അല്ലെങ്കിൽ സമൂഹത്തിന് നല്ല കാര്യങ്ങളാണോ എന്ന് ചിന്തിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് മാറിയാൽ മാത്രമേ അതൊരു അനുഭവമായി മാറാത്തുള്ളൂ. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിക്കാരെയും വിമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു കുടുംബത്തിൻ്റെ നഷ്ടം ഒരിക്കലും നമുക്ക് നികത്താൻ പറ്റത്തില്ല. ആ നികത്താൻ പറ്റാത്ത വിടവുകൾ നമ്മുടെ ഈ വാക്കുകൾ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടാണ് അത് ചെയ്ത് കാണിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കുടുംബത്തെ നിങ്ങൾ താങ്ങണം, ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കണം. കാരണം എൻ്റെ സഹോദരനാകുന്ന ഷാജി ഒരു ഓട്ടോ ഓടിച്ചെന്ന് പറഞ്ഞ് ഈ ഭവനം കടന്നു പോകത്തില്ല. കാരണം അവൻ്റെ ലാസ്റ്റ് കുഞ്ഞ് വളരെ ഒരു രോഗിയായ ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞിനെ സഹായിക്കണമെങ്കിൽ അവനെ കൊണ്ട് ഒരു സമയത്ത് കഴിയത്തില്ല. അവന് ഒരിക്കലും അത് എന്ത് ചെയ്യണം, ഈ കുഞ്ഞിൻ്റെ നഷ്ടം ഒരിക്കലും അവന് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയെന്ന് അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു അംഗീകാരം അല്ലെങ്കിൽ ഈ ഒരു അനുഭവം നമ്മുടെ കുടുംബങ്ങളിൽ വരാതിരിക്കാൻ ഇതൊരു വലിയ ഈ മോൻ്റെ വേർപാട് മറ്റൊരു കുഞ്ഞിന് ഇതൊരു മാതൃകയായി മാറണം, അല്ലെങ്കിൽ ഒരു വലിയ ഇതായി മാറണം. എല്ലാവർക്കും ഞാൻ പറയുന്നത്, വിഷമമാണ്, വാക്കുകൾ കിട്ടുന്നില്ല. കാരണം വേദനയാണ്. എനിക്കും എൻ്റെ ഒരു കുടുംബത്തിലൊരു കുഞ്ഞാണ് എനിക്ക് നഷ്ടപ്പെടുന്നത്. എനിക്ക് 2 പൈതങ്ങളുണ്ട്. എൻ്റെ കണ്ണുകൾ നിറയുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു വിപത്തും വേദനകളും അടുത്തൊരു കുടുംബങ്ങൾക്ക് വരാതിരിക്കാൻ നമുക്കെല്ലാവർക്കും കൈകോർക്കാം. ഈ കുടുംബത്തെ നമുക്ക് താങ്ങാം. അവർക്കൊരു ആശ്വാസമായി, ഒരു ബലമായി അവർക്കും നമുക്ക് നിൽക്കാം. രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറമായി ഈ കുടുംബത്തെ സഹായിക്കാനും സ്നേഹിക്കുവാനും നമുക്കെല്ലാ സുമനസ്സുകൾക്കും ഇറങ്ങിത്തിരിക്കാം. എല്ലാവർക്കും അഭിവാദനങ്ങൾ.